കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാണ് ഒരു ഐറ്റമാണല്ലോ ഡോണട്ട്. അപ്പോൾ ഡോണറ്റിന് നല്ലൊരു ഫ്ലഫി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡോണറ്റിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ അതായത് മൈദ, ഷുഗർ, ഈസ്റ്റ്, 2 വലിയ എഗ്ഗ്, ബട്ടർ, പാല്, പിന്നെ ഉപ്പ്, കുറച്ച് വെനില എക്സ്ട്രാക്റ്റ് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഡിസ്ക്രിപ്ഷനിൽ ഞാനതിൻ്റെ അളവുകളെല്ലാം കൊടുക്കാം. എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലും ആയിരിക്കണം. ബട്ടർ, എഗ്ഗ്, പാല് ഒക്കെ അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക. അപ്പം ഞാനിതൊരു മിക്സറിലാണ് ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നത്. കൈയായിട്ട് വേണമെങ്കിലും നന്നായിട്ട് കുഴച്ചെടുക്കുക. പക്ഷേ കുറച്ച് സമയമെടുത്ത് ക്ഷമയോട് കൂടിയിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു എലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. ആ മാവ് വലിക്കുമ്പോൾ അങ്ങനെ വിട്ടു പോരാതെ നല്ലൊരു എലാസ്റ്റിക് ഫീൽ ഉണ്ടായിരിക്കണം. ആ ഒരു രീതിയിൽ നന്നായി കുഴച്ചെടുക്കുക. ഒരു 2 മണിക്കൂർ പ്രൂഫ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് റേസ്റ്റായിട്ട് വരും, ഡബിൾ ദ ഹൈറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും അതിനെ 2 മണിക്കൂറൊന്നും വേണ്ട കേട്ടോ. ഈ ചൂട് സമയമാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ചിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഡബിൾ ദ ഹൈറ്റ് ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ വീണ്ടും അതിനെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഡോണട്ട് കട്ടർ വെച്ചിട്ട് പിന്നെ അതിനെ ഷേപ്പ് ചെയ്തെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കൈവച്ചോ എങ്ങനെ വേണമെങ്കിലും ഷേപ്പാക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഇന്നർ ആ ഒരു റിങ്സ് ഉണ്ടാവുമല്ലോ, അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അതും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു 2.25 കപ്പ് ആണ് ഞാനിവിടെ മാവ് എടുത്തിട്ടുള്ളത്, മൈദ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്കൊരു 23-24 ഡോണട്ട് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോഴത്തേന് ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബാച്ച് നമുക്ക് ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ടാവും. അതിങ്ങനെ റൈസ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനെ എടുത്ത് അപ്പോഴത്തേനും ഒരു 15-20 മിനിറ്റ്സ് ഒക്കെ ആവും. അപ്പോൾ 15-20 മിനിറ്റ്സ് ആകുമ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നല്ല ചൂടായി ഒരു മീഡിയം ടു ലോ ടെമ്പറേച്ചറിലിട്ടിട്ട് അതിനെ ക്ഷമയോട് കൂടിയിട്ട് പതിയെ എണ്ണയിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ കൈയായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് ആ ഓയിൽ പതിയെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് 2 സൈഡും ഇതിന് കുറച്ച് ക്ഷമ വേണം കേട്ടോ. ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക. കളറ് ഭയങ്കര ഡാർക്ക് ആവാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. കാരണം അത് ഓയിലിൻ്റെ ടെമ്പറേച്ചർ മാറുമ്പോഴാണ് അതങ്ങനെ ഡാർക്കായി പോവുക, പിന്നെ ഉള്ളിൽ വേവില്ല. അപ്പോൾ വളരെ സാവധാനം ഒക്കെ ഫ്രൈ ആക്കിയെടുത്താൽ നല്ല അടിപൊളി ഡോണട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ്, ഞാനിപ്പോൾ ഇത് ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി അതിൽ ഡിപ്പ് ചെയ്തെടുത്തതാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിങ്കിൾസും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പിന്നെ എന്ത് വേണമെങ്കിലും വെറും ചുമ്മാ കുറച്ച് ഷുഗറും സിനമനും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ഡിപ്പ് ചെയ്തെടുക്കാം. It's very tasty and fluffy inside and it tastes good. ഡോണറ്റിൻ്റെ പല വേർഷൻസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ടേസ്റ്റി ആയിട്ടും ഇത്ര നല്ല ഫ്ലഫി ആയിട്ടും കറക്റ്റായിട്ട് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടമാവും.